അഫ്ഷിൻ അൽത്താഫ് എഴുതിയ അല്ലിയാമ്പൽ. തുടക്കക്കാരിയാണ്, റൊമാൻസാണ് ജോണർ. എൻ്റെ ഫേവറേറ്റ് ജോണർ അല്ലെങ്കിലും ഈ കോമ്പിനേഷനിൽ വരുന്ന ബുക്കുകൾ ഞാൻ വായിക്കാൻ ശ്രമിക്കാറുണ്ട്. കാരണം തുടക്കക്കാരാണ്, അവർക്ക് മുന്നോട്ട് എഴുതണമെങ്കിലും സ്വയം ഇമ്പ്രൂവ് ചെയ്യണമെങ്കിലും നമ്മളെപ്പോലുള്ള വായനക്കാരുടെ സപ്പോർട്ട് ആവശ്യമാണ്. എന്നാൽ എന്നെ ഇത് വായിക്കാൻ പ്രേരിപ്പിച്ചത് ഇതൊന്നുമല്ല. ഇത് എഴുതിയിരിക്കുന്നത് ഒരു ഹൈസ്കൂൾ വിദ്യാർത്ഥിനിയാണ് എന്ന ഒറ്റ കാരണമാണ്. കാരണം ഈ പ്രായത്തിൽ ഒരു ബുക്ക് എഴുതി പബ്ലിഷ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അതൊരു ചെറിയ കാര്യമല്ല. ആ പ്രായത്തിൽ ഇതുപോലെ എന്തെങ്കിലും ഞാൻ ചെയ്തിട്ടുണ്ടോ എന്ന് എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഉത്തരമില്ല. അല്ലിയാമ്പൽ അല്ലിയുടെ അമലിൻ്റെയും കഥയാണ്. എന്നാൽ അവരുടെ മാത്രം കഥയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല. ചെറുപ്പത്തിലെ അച്ഛനെ അമ്മയെ നഷ്ടപ്പെട്ട അല്ലിയെ വളർത്തുന്നതും പഠിപ്പിക്കുന്നതും എല്ലാം വല്യമ്മയാണ്. അങ്ങനെ എടുത്തു പറയത്തക്ക ബന്ധുക്കളോ സുഹൃത്തുക്കളോ ഒന്നും അല്ലിയുടെ ജീവിതത്തിലില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് തീർത്തും അവിചാരിതമായിട്ട് അമൽ എന്നൊരു ചെറുപ്പക്കാരൻ അല്ലിയുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത്. അതും ഒരു വഴക്കിലൂടെ. ആ വഴക്ക് സൗഹൃദമാവുകയും ആ സൗഹൃദം പിന്നീട് പ്രണയത്തിലേക്ക് വഴിമാറുകയും ചെയ്യുന്നതൊക്കെ വായനക്കാർക്ക് ഏറെക്കുറെ പ്രഡിക്റ്റബിൾ ആയിരിക്കും. എന്നാൽ ഇതിനിടയിൽ ഇവരുടെ ജീവിതത്തിലേക്ക് ഡയറക്റ്റായിട്ടും ഇൻഡയറക്റ്റായിട്ടും കുറച്ച് ക്യാരക്ടേഴ്സ് കടന്നു വരുന്നുണ്ട്. അവരെയൊക്കെ നല്ല രീതിയിൽ പ്രസന്റ് ചെയ്യാനും ആ ക്യാരക്ടേഴ്സിനെ ഇമോഷണലി വായനക്കാരുമായി കണക്ട് ചെയ്യാനും എഴുത്തുകാരിക്ക് സാധിച്ചിട്ടുണ്ട്. ഒരു തുടക്കക്കാരിയുടെ പോരായ്മകളും ലോജിക്കൽ മിസ്റ്റേക്സും ഒക്കെ ചിലപ്പോൾ നിങ്ങൾക്ക് ഈ ബുക്ക് വായിക്കുമ്പോൾ തോന്നിയേക്കാം. പക്ഷേ ഒരു ഹൈസ്കൂൾ വിദ്യാർത്ഥിനിയുടെ ഈ അറ്റംപ്റ്റിന് മുന്നിൽ എന്നിലെ വായനക്കാരന് അതൊന്നും ഒരു പ്രശ്നമായിട്ട് തോന്നിയതേയില്ല. നിങ്ങൾക്കും അത് തോന്നാൻ സാധ്യതയില്ല. ഈ നോവലിൽ ഒരു 5 വർഷത്തെ കാലഘട്ടം മിസ്സിംഗ് ആണ്. സ്വാഭാവികമായിട്ടും അതൊരു സെക്കൻഡ് പാർട്ടിനുള്ള സ്കോപ്പായിരിക്കാം. അങ്ങനെ ഒരു സെക്കൻഡ് പാർട്ടിന് സ്കോപ്പ് ഉണ്ടെങ്കിൽ ഈ പറഞ്ഞ പ്രശ്നങ്ങളും പോരായ്മകളും ഒക്കെ എഴുത്തുകാരിക്ക് അതിലൂടെ നികത്താൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. വായിക്കാത്തവരുണ്ടെങ്കിൽ വായിക്കുക. അഫ്ഷിൻ അൽത്താഫ് എഴുതി മാൻകൈൻഡ് പബ്ലിഷ് ചെയ്ത അല്ലിയാമ്പൽ.